Hello friends, welcome to RJ's Physics classes. Plus 1. Motion along a straight line. ഇതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ? മോഷൻ along a straight lineലെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും ആയിരുന്നു കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ പറഞ്ഞ ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, ആസ് യൂഷ്വൽ എൻ്റെ ക്ലാസ് കേൾക്കാനുള്ള കണ്ടീഷൻ നിങ്ങൾക്ക് ആദ്യമേ അറിയാം. ബുക്കും പെന്നും എടുത്തിട്ടായിരിക്കണം ക്ലാസ്സിന് ഇരിക്കണത്. ഓരോ ടോപ്പിക്കും സമയാസമയങ്ങളിൽ എഴുതിയെടുക്കുക. പ്രോബ്ലംസ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുക. എന്നിട്ട് വീഡിയോ കണ്ടിന്യൂ ചെയ്യുക. നിങ്ങളുടെ ആൻസറും എൻ്റെ ആൻസറും ശരിയല്ല എന്ന് ഉറപ്പിക്കുക. ഏതെങ്കിലും ഒന്ന് ശരിയാവും. രണ്ടും ഒന്നാണെങ്കിൽ 100% ഉറപ്പിക്കാം അത് ശരിയാണ്. ഓക്കെ, സോ അപ്പോൾ റെഡി ആണല്ലോ. നമ്മളുടെ AC വോൾവോ ബസ് മോഷൻ അലോങ് എ സ്ട്രൈറ്റ് ലൈനിൻ്റെ സുന്ദരമായൊരു ലോകത്തേക്ക് ഇന്ന് യാത്ര തുടങ്ങുകയാണ്, നിങ്ങളോടൊപ്പം ഞാനും. ഓക്കെ, സോ ഇന്ന് നമ്മൾ പറയാൻ പോണ ടോപ്പിക് അല്ലെങ്കിൽ ഇന്ന് നമ്മൾ കാണാൻ പോണ ഗാർഡൻ സ്പീഡും വെലോസിറ്റിയും വരുന്നതാണ്. സ്പീഡ് ആൻഡ് വെലോസിറ്റി. ഇവിടെയും ഞാൻ ചെയ്യണത് ടേബിൾ വരയ്ക്കാം. സ്പീഡിനും വെലോസിറ്റിക്കും ഓരോ പാർട്ടായിട്ട് ഒരു ടേബിൾ മാർക്ക് ചെയ്യാണ്. ഓക്കെ, സ്പീഡ്. ആദ്യം സ്പീഡിൻ്റെ ഇക്വേഷനാണ് എഴുതുന്നത്. സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. ഓക്കെ, വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ട്രാവൽഡ് ബൈ ടൈം ടേക്കൺ. ഡിസ്പ്ലേസ്മെൻറ്റ് ട്രാവൽഡ് ബൈ ടൈം ടേക്കൺ. ഡിസ്പ്ലേസ്മെൻറ്റ് ട്രാവൽഡ് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. ഓക്കെ, സോ ഫസ്റ്റ് കേസ് ഇതിൻ്റെ ഇക്വേഷനാണ്. സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം ടേക്കൺ. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ട്രാവൽഡ് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. സ്പീഡ് ഈസ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം ടേക്കൺ. വെലോസിറ്റി ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ് ട്രാവൽഡ് ബൈ ടൈം ടേക്കൺ. ഇനി ഇതിനെ ഡിഫൈൻ ചെയ്യാനുള്ള മെത്തേഡ്, ഒരു മെത്തേഡ് Z ഈക്വൽ ടു A/B വന്നാൽ ഇതിനെ സെൻറ്റൻസ് ആക്കാൻ നമുക്കറിയാം. Z ഈസ് ദ റേഷ്യോ ഓഫ് A to B. Z ഈസ് ദ റേഷ്യോ ഓഫ് A to B. ഓക്കെ, ഇനി Z ഈക്വൽ ടു B/T എന്നാണ് വന്നതെങ്കിൽ ഇതിനെ സെൻറ്റൻസ് ആക്കാനും നമുക്കറിയാം. Z ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് B. സംതിങ് ബൈ ടൈം വന്നാൽ ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ന്യൂമറേറ്റർ. ഓക്കെ, സോ Z ഈക്വൽ ടു A ഡിവൈഡ് ബൈ B ആണ് വന്നതെങ്കിൽ Z ഈസ് എ റേഷ്യോ ഓഫ് A to B. Z ഈസ് B/T. Z ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് B. സിമ്പിളാ. A/B ഡിവൈഡഡ് ബൈ കണ്ട അപ്പ പാടിക്കൊള്ളുക. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് മുകളിലത്തെ ടു താഴത്തെ. ഓക്കെ, അല്ലെങ്കിൽ ബൈ ടൈം ആണെങ്കിൽ ഇറ്റ് ഈസ് എ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ന്യൂമറേറ്റർ. അപ്പോൾ സ്പീഡിനെയും വെലോസിറ്റിനെയും ഡിഫൈൻ ചെയ്യാനുള്ള രണ്ട് മെത്തേഡുകൾ, അതെന്താണെന്നല്ല ഡിഫൈൻ ചെയ്യാനുള്ള മെത്തേഡ് എന്താണെന്ന് ഞാൻ പറയാം. ഓക്കെ, ഒന്ന്, സ്പീഡ് ഈസ് ദ റേഷ്യോ ഓഫ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ടു ടൈം ടേക്കൺ. Speed is the ratio of distance traveled to time taken. Velocity is the ratio of displacement traveled to time taken. Velocity is the ratio of displacement traveled to time taken. പറഞ്ഞ ലോജിക് ക്ലിയർ ആയില്ലേ? വെലോസിറ്റി ഈസ് എ റേഷ്യോ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ട്രാവൽഡ് ടു ടൈം ടേക്കൺ. ഓക്കെ, അല്ലെങ്കിലോ speed is the rate of change of distance traveled. Divide by time വന്നാൽ it is the rate of change of മുകളിലത്തെ distance traveled. Velocity is the rate of change of displacement traveled. Velocity is the rate of change of displacement traveled. ഇനി അത് എന്താണെന്ന് പറയാം.
ഈ സ്പീഡ് എന്നുള്ള ക്വാണ്ടിറ്റി നമ്മൾ പഠിച്ചത് ഫിസിക്സ് മാഷ മുന്നൊന്നല്ല, 1-ാം ക്ലാസ്സിലോ 2-ാം ക്ലാസ്സിലോ എത്തിയപ്പോൾ തന്നെ നമ്മൾ പഠിച്ച സംഭവമാണ്. ആ അങ്കിൾ എന്ത് സ്പീഡിലാണ് വണ്ടി ഓടിക്കണേ, എന്തൊരു സ്പീഡിലാണ് ആ കാറ് പോണേ, ഇതൊക്കെ സ്പീഡ് പഠിച്ചതിന് ശേഷമാണോ നമ്മൾ പറഞ്ഞ്? അല്ല. ഓക്കെ, ഇനി അത് എന്താന്ന് പറയാൻ ആ ലോജിക്ക് തന്നെ ആലോചിച്ചാൽ മതി. ഒരു ബസ്സിൻ്റെ സ്പീഡ് 80 km/h ആണ്. ഒരു ബസ്സിൻ്റെ സ്പീഡ് 80 km/h ആണ് എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ സഞ്ചരിച്ചാൽ ആ ബസ് 80 കിലോമീറ്റർ ദൂരത്തെത്തും. 1 മണിക്കൂർ സഞ്ചരിച്ചാൽ 80 കിലോമീറ്റർ ദൂരത്ത്. അപ്പോൾ സ്പീഡിൻ്റെ ആൻസർ കിട്ടിയില്ലേ? ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ യൂണിറ്റ് ടൈം. അത് അവർ ആവാം, സെക്കൻഡ് ആവാം, മിനിറ്റ് ആവാം, വർഷം ആവാം, ഏതോ ആയിക്കോട്ടെ. ഓക്കെ, സോ ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ യൂണിറ്റ് ടൈം. ക്ലിയർ? പ്രശ്നമില്ലല്ലോ. ഓക്കെ, വാട്ട് അബൌട്ട് വെലോസിറ്റി? അത് ഞങ്ങൾക്ക് അറിയാം സർ. ഇനി എന്താ, ഈസി അല്ലേ? ഇറ്റ് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ് ട്രാവൽഡ് ഇൻ യൂണിറ്റ് ടൈം. വെൽ ഡൺ. ഓക്കെ, ഇറ്റ് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ് ട്രാവൽഡ് ഇൻ യൂണിറ്റ് ടൈം. ദാറ്റ്സ് ഇറ്റ്. 3 ഡെഫിനേഷനായി. ഇഷ്ടമുള്ളത് എടുത്തോളൂ. ഓക്കെ, സ്പീഡ് ഈസ് ദ റേഷ്യോ ഓഫ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ടു ടൈം ടേക്കൺ. ഫസ്റ്റ് വൺ. Speed is rate of change of displacement traveled. Speed is rate of change of distance traveled. Second one. Third one, speed is the distance traveled in unit time. ഈ പറഞ്ഞതൊക്കെ ഡിസ്പ്ലേസ്മെന്റ് ആക്കി മാറ്റിയാൽ വെലോസിറ്റി ആയില്ലേ? സോ we know what is mean by speed, we know what is mean by velocity. Is it clear? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ പറഞ്ഞേ. We know what is mean by speed and we know what is mean by velocity. Okay, ഇനി രണ്ടാമത്തെ കേസ്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ്. സ്പീഡ് ഇസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. സ്പീഡ് എന്ന് പറയണത് സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. സ്പീഡ് ഇസ് എ സ്കേലാർ. വെലോസിറ്റി ഇസ് എ വെക്റ്റർ. വെലോസിറ്റി ഇസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. Okay, then speed can be 0 or positive. 0 or positive. Velocity can be 0, positive or negative. Okay, speed can be 0. അല്ലേ? ഒരു ടേബിൾ ക്ലാസ് റൂമിൽ ഇരിക്കുകയാണെങ്കിൽ അതിൻ്റെ സ്പീഡ് എത്രയെന്ന് ചോദിച്ചാൽ 0 ആണ്. ഓക്കെ, സ്പീഡ് ക്യാൻ ബി 0 ഓർ പോസിറ്റീവ്. സ്കേലാറുകൾക്ക് 0 അല്ലെങ്കിൽ പോസിറ്റീവ് വാല്യൂ പറ്റുള്ളൂ. നെഗറ്റീവ് വാല്യൂ വന്നാൽ നമ്മൾ കുടുങ്ങും അല്ലേ? -5 കിലോഗ്രാം പഞ്ചസാര വാങ്ങുക. ഇസ് ഇറ്റ് പോസിബിൾ? നോ. നമ്മൾ ഇമാജിനേഷൻ അപ്പുറത്താണ്. ഓക്കെ, സോ സ്പീഡ് ഈസ് 0 or positive. Velocity can be 0, positive or negative. അതിൻ്റെ ലോജിക് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇത് നമ്മളുടെ XY പ്ലെയിൻ ആണെന്ന് വിചാരിച്ചോളൂ. Y ആക്സിസും X ആക്സിസും. ഓക്കെ, ഇത് 0 നമുക്കറിയാം. ഈ ഡിസ്റ്റൻസുകളൊക്കെ പോസിറ്റീവാണ്. 4, 5, 6 ഇങ്ങനെ പോവാണ്. ഓക്കെ, ഇങ്ങോട്ടും. ഇതിൽ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഭാഷയാണ് നമ്മൾ സംസാരിക്കണതെങ്കിൽ ഇങ്ങനെ പോയി ഇതുവരെ എത്തി. ഡിസ്പ്ലേസ്മെൻറ്റ് പോസിറ്റീവാണ്. തിരിച്ചിങ്ങോട്ട് വന്നു, ഡിസ്പ്ലേസ്മെൻറ്റ് പോസിറ്റീവാണ്. തിരിച്ചിങ്ങോട്ട് വന്നു, ഡിസ്പ്ലേസ്മെൻറ്റ് പോസിറ്റീവാണ്. തിരിച്ചിവിടെ എത്തുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണ്. ഇനി ഇങ്ങനെ പോയിട്ട് ഇവിടെ എത്തി, ഡിസ്പ്ലേസ്മെൻറ്റ് നെഗറ്റീവാണ്. തിരിച്ചിങ്ങോട്ട് തന്നെ വന്നു, നെഗറ്റീവാണ്. ഇങ്ങോട്ട് തന്നെ വന്നു, നെഗറ്റീവ്, 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 0. ലോജിക് ക്ലിയർ ആയില്ലേ? ഇതിൻ്റെ വലത്തോട്ട് പോയാൽ പോസിറ്റീവ്, ഇടത്തോട്ടാണെങ്കിൽ നെഗറ്റീവ്. ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ കോൺസെപ്റ്റ്. വെലോസിറ്റി ആണെങ്കിൽ ഈ ഡിറക്ഷനിലാണ് നമ്മൾ സഞ്ചരിക്കണതെങ്കിൽ +v. ഏത് മൊമെൻറ്റിൽ അയാൾ ഇങ്ങോട്ട് തിരിഞ്ഞോ ആ മൊമെൻറ്റിൽ അയാളുടെ വെലോസിറ്റി നെഗറ്റീവ് ആവും എന്ന് പറഞ്ഞാൽ ഈ ഡിറക്ഷൻ പോസിറ്റീവാണ്, ഓപ്പോസിറ്റ് ഡിറക്ഷൻ എന്തായിട്ട് മാറും? നെഗറ്റീവായിട്ട് മാറും. ഓക്കെ, സോ ഇവിടെ എത്തിയെന്ന് വിചാരിക്കുക. ഇവിടെ എത്തി. ഓക്കെ, ഈ ഡിറക്ഷൻ ഇത് നെഗറ്റീവ് അല്ലേ? ഓട്ടോമാറ്റിക്കലി ഇത് നെഗറ്റീവാണ്. ഇവിടെ ആണെങ്കിലും ഇങ്ങനെയാണ് പോരണതെങ്കിൽ ആ വെലോസിറ്റി വീണ്ടും നമ്മൾ എന്തായിട്ട് എടുക്കണം? പോസിറ്റീവായിട്ട് എടുക്കണം.
പറഞ്ഞ ഐഡിയ ക്ലിയർ ആയില്ലേ? ഓക്കെ, സോ ഈ ഡയറക്ഷൻ പോസിറ്റീവ് ആണെങ്കിൽ ഈ ഡിറക്ഷനിൽ എവിടേക്ക് പോവാണെങ്കിലും അത് പോസിറ്റീവ് ആണ്. നേരെ ഓപ്പോസിറ്റ് സഞ്ചരിച്ചാൽ അതെന്താണ്? നെഗറ്റീവ് ആണ്. വെദർ ഇറ്റ് ഈസ് ഓൺ ദി റൈറ്റ് ഓർ ലെഫ്റ്റ് ഓഫ് ഒറിജിൻ. ഓക്കെ, സോ ഒറിജിൻ്റെ ലെഫ്റ്റ് ആണെങ്കിലും റൈറ്റ് ആണെങ്കിലും ഒരു ഡിറക്ഷൻ പോസിറ്റീവ്, നേരെ ഓപ്പോസിറ്റ് ഡിറക്ഷൻ നെഗറ്റീവ്. ഓക്കെ, സോ ഐഡിയ കിട്ടിയില്ലേ? ഇനി its unit is meter per second. Its unit is meter per second. Its unit is meter per second. Okay, then its dimension is dimension എഴുതുമ്പോൾ എപ്പോഴും സ്ക്വയർ ബ്രാക്കറ്റിലാണ് എഴുതുക. ഓക്കെ, സോ ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണ്. Okay, length by time, so L by T, LT raised to minus 1. Okay, ഇവിടെയും dimension LT raised to minus 1. Okay, ഇതാണ് സ്പീഡിൻ്റെയും വെലോസിറ്റിൻ്റെയും ടേബിൾ. സ്പീഡിൻ്റെയും വെലോസിറ്റിൻ്റെയും ടേബിൾ ഇങ്ങനെയാണ് വരുന്നത്. ഇനി ടേബിൾ വരച്ചതിൻ്റെ ദുരുദ്ദേശം ക്ലിയർ ആണല്ലോ? എന്തായിരിക്കും എൻ്റെ ദുരുദ്ദേശം? സിമ്പിൾ സർ, ഞങ്ങൾക്കറിയാം, പ്രശ്നമൊന്നുമില്ല. എന്താ എൻ്റെ ദുരുദ്ദേശം വരുന്നത്? വാട്ട് ഈസ് സ്പീഡ്? ഇവിടെ ഉണ്ട്. വാട്ട് ഈസ് വെലോസിറ്റി? ഇവിടെ ഉണ്ട്. ഓക്കെ, 3 ഡെഫിനിഷനാണ്, ഒന്നുപോലും അല്ല. ഇനി വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ സ്പീഡ് ആൻഡ് വെലോസിറ്റി? സർ ഞങ്ങൾക്കറിയാം, ആദ്യത്തെ 3 എണ്ണം. വെൽ ഡൺ. ഈ 3 എണ്ണമാണ് എന്ത് വരുന്നത്? ഡിഫറൻസ് ബിറ്റ്വീൻ സ്പീഡ് ആൻഡ് വെലോസിറ്റി. Okay, what are the similarities between speed and velocity? ഈ 2 എണ്ണം വേണമെങ്കിൽ ഒന്നും കൂടി കൊടുക്കാം. എന്താണ്? ഇറ്റ്സ് അസോസിയേറ്റഡ് വിത്ത് മോഷൻ, അല്ലേ? മോഷനുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ സ്പീഡും വെലോസിറ്റിയും പറയാം. അങ്ങനെ കൊടുത്താൽ വേണമെങ്കിൽ 3 ആൻസർ ആക്കാം. ഓക്കെ, സോ ഗോട്ട് ഇറ്റ്? സ്പീഡ് എന്ന് പറഞ്ഞ സംഭവം, വെലോസിറ്റി എന്ന് പറഞ്ഞ സംഭവം ക്ലിയർ ആണോ? ഇനി അതിൽ തന്നെ ഇങ്ങനെ ഒരു സ്ക്വയർ ട്രാക്ക് 10 കിലോമീറ്റർ, ഇതും 10 കിലോമീറ്റർ, ഇതും 10 കിലോമീറ്റർ. ഓക്കെ, ഒരാൾ അല്ലെങ്കിൽ ഒരു കാറ് 1 മണിക്കൂർ കൊണ്ട് ഇങ്ങനെ പോയി ഇങ്ങനെ വന്നിട്ട് ഇവിടെ എത്തി. 1 മണിക്കൂർ കൊണ്ട് ഒരു കാറ് ഇവിടുന്ന് പോന്നിട്ട് ഇങ്ങനെ പോയി തിരിച്ച് ഇവിടെ എത്തി. ഓക്കെ, അങ്ങനെ ആണെങ്കിൽ വാട്ട് ഈസ് ഇറ്റ്സ് സ്പീഡ് എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും നമ്മൾ ഉത്തരം പറയാം? വെരി സിമ്പിൾ, 30 കിലോമീറ്റർ ഇൻ 1 hour. സോ സ്പീഡ് ഈസ് 30 കിലോമീറ്റർ പെർ അവർ. വാട്ട് ഈസ് ഇസ് വെലോസിറ്റി എന്ന് ചോദിച്ചാലോ? വെലോസിറ്റീൻ്റെ ആൻസർ സിമ്പിളാണ്. ഇവിടുന്ന് തുടങ്ങി ഇവിടെയാണ് എത്തിയത്. സോ സഞ്ചരിച്ചത് ആകെ എത്ര ദൂരം മാത്രമാണ്? ഈ ഒരു ഡിസ്റ്റൻസ് മാത്രമാണ്. ഓക്കെ, സ്വാഭാവികമായിട്ടും 10 കിലോമീറ്റർ പെർ അവർ. സ്പീഡ് 30 കിലോമീറ്റർ പെർ അവർ ആണ്, വെലോസിറ്റി 10 കിലോമീറ്റർ പെർ അവർ ആണ്. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ അറിയാണ്ടൊരു ഡൗട്ട് വരും, എന്തിനാണ് ഈ വെലോസിറ്റി? ഓക്കെ, അതിൻ്റെ സിംപ്ലസ്റ്റ് എക്സാമ്പിൾ നമുക്കറിയാം. കമ്പനികളിലൊക്കെ ചില സമയങ്ങളിൽ ഓട്ടോമേറ്റഡ് സിസ്റ്റംസ് വരാറുണ്ട്. കൃത്യമായ സമയത്തിൻ്റെ ഉള്ളിൽ നീങ്ങണത്. സന്തോഷ് ജോർജ് കുളങ്ങരയുടെ സഞ്ചാരം എന്ന് പറഞ്ഞ വിഷ്വൽ ട്രാവലോഗ്, അതിലേതോ രാജ്യം ഞാൻ ഓർക്കണില്ല, ബിസ്ക്കറ്റ് ഉണ്ടാക്കണ ഇതിൽ ഫേമസ് ആയിട്ടുള്ള ഒരു രാജ്യം. ഓക്കെ, അതിൽ ആ ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്ന ടെക്നോളജി പറഞ്ഞു ഭയങ്കര രസമാണ് അത് കാണാൻ. 10 12 ബിസ്ക്കറ്റ് ആയി കഴിഞ്ഞാൽ ആ 12 ഇങ്ങനെ നീങ്ങും, ഒരു പ്രത്യേക പോയിന്റിൽ എത്തുമ്പോൾ താഴേക്ക് വീഴും. ആ വീണ സമയത്ത് ഒരു പാക്കറ്റ് കൃത്യം അവിടെ വന്നിട്ടുണ്ടാവും. ഓക്കെ, സോ ബിസ്ക്കറ്റ് ഇങ്ങനെ പോന്നിട്ട് ഇങ്ങനെ വീഴാണ്, പാക്കറ്റ് ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ സ്പീഡ് നോക്കിയിട്ടാണോ വെലോസിറ്റി നോക്കിയിട്ടാണോ ആ പാക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ടാവുക? വെലോസിറ്റി നോക്കിയിട്ടാണ്. കാരണം അത് ഏത് വഴി കൂടെ പോകുന്നു എന്ന് മൂപ്പർക്ക് വിഷയമല്ല. ഇത്ര സമയം കഴിയുമ്പോൾ ആ ബിസ്ക്കറ്റ് ഇവിടെ എത്തും, ആ സമയത്തേക്ക് പാക്കറ്റ് അവിടെ എത്തണം. എന്നിട്ട് ആ പാക്കറ്റിലേക്ക് ഓട്ടോമാറ്റിക്കലി ഫില്ലാവും. 12 ആയി കഴിഞ്ഞാൽ ആ പാക്കറ്റ് നീങ്ങും, 2 ഭാഗത്തിന് എന്തോ ഒരു സംഭവം അങ്ങനെ വന്നിട്ട് അതിനെ ഒട്ടിക്കും. എന്നിട്ട് അങ്ങനെ നീങ്ങി പോവും, അത് വലിയ കണ്ടെയ്നറിലേക്ക് എത്തും, എന്നിട്ട് പുറത്ത് വരും. ഓക്കെ, സോ ഇങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട്. മീൻസ് അതിൻ്റെ മൂവ്മെൻറ്റിൻ്റെ ടോട്ടൽ എഫക്റ്റിലായിരിക്കും അവസാനത്തെ ടൈം വന്ന് ചേരുക. അങ്ങനത്തെ ഏത് കേസിലും യൂസ് ചെയ്യുക വെലോസിറ്റി ആണ്. സാധാരണക്കാരൻ കാണുന്ന എല്ലാ കേസുകളിലും യൂസ് ചെയ്യുക സ്പീഡാണ്.
നമ്മൾ വെലോസിറ്റി കൊണ്ട് പൊതുവെ ഒന്നും ചെയ്യാറില്ല. നമ്മളുടെ മേജർ ഇൻഫ്ലുവൻസിങ് ഫാക്ടർ എന്ന് പറയുന്നത് സ്പീഡാണ് ദാൻ വെലോസിറ്റി. ബട്ട് ഇൻഡസ്ട്രിയിൽ എന്തുണ്ട്, ഈ പറഞ്ഞ കണ്ടീഷൻ യൂസ് ചെയ്യുന്നുണ്ട്. പറഞ്ഞ ഐഡിയ ക്ലിയർ ആണല്ലോ. സോ വി ഹാവ് ടു ഫാക്ടേഴ്സ്, വൺ ഈസ് സ്പീഡ്, അതർ വൺ ഈസ് വെലോസിറ്റി. അപ്പം തന്നെ ഒരു ക്വസ്റ്റ്യൻ നമ്മളെ മുന്നിലുണ്ടാവും, ദ ന്യൂമറിക്കൽ റേഷ്യോ ഓഫ് സ്പീഡ് ടു വെലോസിറ്റി ഈസ് ഡാഷ്. നമുക്കറിയാം ന്യൂമറിക്കൽ റേഷ്യോ എന്ന് പറഞ്ഞാൽ അതിനെ ഡിവൈഡ് ചെയ്താൽ കിട്ടണ ക്വാണ്ടിറ്റി. നമുക്ക് വെറുതെ അതിനൊന്ന് മുറിച്ചു നോക്കാം. മുറിക്കല്ല, ഒന്ന് വലുതാക്കി നോക്കാം, അതാണല്ലേ. ഓക്കെ, സ്പീഡ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡിവൈഡഡ് ബൈ ടൈം. വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് ട്രാവൽഡ് ബൈ ടൈം. ഞാൻ ഇങ്ങനെ എഴുതിയതിൻ്റെ ദുരുദ്ദേശം മനസ്സിലായില്ലേ? ബൈ ടൈം വെട്ടിപ്പോവാളാണ്. ഫൈൻ, യാ. സോ ഇറ്റ് ഈസ് ഡിസ്റ്റൻസ് ബൈ ഡിസ്പ്ലേസ്മെന്റ്. കഴിഞ്ഞ വീഡിയോയിൽ ഈ സംഭവം നമ്മൾ പറഞ്ഞിരുന്നു. ന്യൂമറിക്കൽ റേഷ്യോ ഓഫ് ഡിസ്റ്റൻസ് ടു ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. സോ ന്യൂമറിക്കൽ റേഷ്യോ ഓഫ് സ്പീഡ് ടു വെലോസിറ്റി എന്താണ് കിട്ടുക എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ ആൻസർ പറയുക? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. Numerical ratio of speed to velocity is greater than or equal to 1. Logic clear അല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ, സോ സ്പീഡിനും വെലോസിറ്റിക്കും നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, മീറ്റർ പെർ സെക്കൻഡ് ആണ് സ്പീഡിൻ്റെയും വെലോസിറ്റിൻ്റെയും SI യൂണിറ്റ്. ഓക്കെ, ചില സമയങ്ങളിൽ നമുക്ക് കിട്ടുന്ന യൂണിറ്റ് കിലോമീറ്റർ പെർ അവർ ആവും. ഈ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കി മാറ്റണം. ഓക്കെ, നമുക്കറിയാമല്ലോ കിലോമീറ്റർ പെർ അവർ 1 കിലോമീറ്റർ പെർ അവർ ആണെന്ന് വിചാരിക്കുക. 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മീറ്റർ അല്ലേ? 1 അവർ എന്ന് പറഞ്ഞാൽ 60 × 60 സെക്കൻഡ് അല്ലേ? അതെങ്ങനെ സാർ കിട്ടിയേ? 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡാണ്. 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് ആണ്. അപ്പോൾ 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡാണ് വരിക? 60 × 60. ഞങ്ങൾക്കറിയാം സാർ 3600 സെക്കൻഡാണ്. തൽക്കാലം അങ്ങോട്ടൊന്നും പോണ്ട, 60 × 60 മതി. ഓക്കെ, എന്തിനാ വെച്ചാൽ ഈ 0 വെട്ടാം, ഈ 0 വെട്ടാം. അപ്പം നമുക്ക് കിട്ടുക 10/36 മീറ്റർ പെർ സെക്കൻഡ്. 10/36നെ നമുക്ക് എന്തെഴുതാം? 5/18 എഴുതാം. സോ 1 കിലോമീറ്റർ പെർ അവർ ഇസ് ഈക്വൽ ടു 5/18 മീറ്റർ പെർ സെക്കൻഡ്. തിരിച്ചും പറഞ്ഞൂടെ? 1 മീറ്റർ പെർ സെക്കൻഡ് ഇസ് ഈക്വൽ ടു 18/5 കിലോമീറ്റർ പെർ അവർ. 1 meter per second is equal to 18/5 kilometer per hour. ലോജിക് ക്ലിയർ ആണോ? പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ഓക്കെ, ഈ ഐഡിയ കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ടാവും. ദെൻ 18 കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞാൽ അപ്പോൾ എത്ര മീറ്റർ പെർ സെക്കൻഡ് ആവും? 18 കിലോമീറ്റർ പെർ അവർ ഇസ് ഈക്വൽ ടു ഹൗ മെനി മീറ്റർ പെർ സെക്കൻഡ്? വളരെ സിമ്പിൾ അല്ലേ? 18 × 5/18. 18 വെട്ടിപ്പോവും. ബാക്കി എത്ര ഉണ്ടാവുക? 5 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, 36 കിലോമീറ്റർ പെർ അവർ ആണെങ്കിലോ 36 × 5/18. ഓക്കെ, 36 × 5/18. അപ്പോൾ എന്ത് സംഭവിക്കും? 18ഉം 36ഉം വെട്ടുമ്പോൾ 2 വരും. 2 × 5 10 മീറ്റർ പെർ സെക്കൻഡ്. 54 കിലോമീറ്റർ പെർ അവർ. 54 കിലോമീറ്റർ പെർ അവർ. ഈ 36 കൂടെ 18 കൂട്ടിയതാണ് 54. അപ്പോൾ 18 കൂടെ 18 കൂട്ടിയപ്പോൾ അവിടെ 2 എന്ന് വരും. അപ്പോൾ ഒരു 18 കൂടി കൂട്ടുമ്പോഴോ 3 × 5 എന്ന് വരും. 15 മീറ്റർ പെർ സെക്കൻഡ്. 54/18 ചെയ്ത് നോക്കിക്കോളാം. 3 എന്ന് കിട്ടും. 3 × 5 72 കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞാൽ 20 മീറ്റർ പെർ സെക്കൻഡ്. സംശയമുള്ളവർ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. 72 × 5/18. 18ഉം 72ഉം കട്ട് ചെയ്യുമ്പോൾ 4 എന്ന് വരും. 4 × 5 എന്ന് പറഞ്ഞാൽ 20. 90 കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞാൽ 25 മീറ്റർ പെർ സെക്കൻഡ്.
108 kilometer per hour എന്ന് പറഞ്ഞാൽ 30 meter per second. Okay, then 126 kilometer per hour എന്ന് പറഞ്ഞാൽ 35 meter per second. 144 kilometer per hour എന്ന് പറഞ്ഞാൽ 40 meter per second. നമുക്ക് ഇത്രയൊക്കെ ആവശ്യമുണ്ടാവുള്ളൂ, ഇത്രയൊക്കെയാണ് നമുക്ക് ആവശ്യം വരുള്ളൂ. ഓക്കെ, പക്ഷേ ഇത് സ്പീഡിൽ പറയാൻ പറ്റണം. 18 കിലോമീറ്റർ പെർ അവർ 5, 18, 5, 36, 10 ആണോ, 54, 15, 72, 20, 90, 25, 108, 30. അതുവരെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? സ്പീഡിൽ പറയാൻ പറ്റണം. 18, 36, 54, 72, 90, 108. ഓക്കെ, അതുവരെങ്കിലും. സോ 18 കിലോമീറ്റർ പെർ അവർ 5 മീറ്റർ പെർ സെക്കൻഡ്, 36 കിലോമീറ്റർ പെർ അവർ 10 മീറ്റർ പെർ സെക്കൻഡ്, 54 കിലോമീറ്റർ പെർ അവർ 15 മീറ്റർ പെർ സെക്കൻഡ്, 72 കിലോമീറ്റർ പെർ അവർ 20 മീറ്റർ പെർ സെക്കൻഡ്, 90 കിലോമീറ്റർ പെർ അവർ 25 മീറ്റർ പെർ സെക്കൻഡ്, 108 കിലോമീറ്റർ പെർ അവർ 30 മീറ്റർ പെർ സെക്കൻഡ്. ഇത് സ്പീഡിൽ നമുക്ക് പറയാൻ പറ്റുമെങ്കിൽ ഒരു എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ 72 കിലോമീറ്റർ പെർ അവർ എന്ന് കാണുമ്പോൾ തന്നെ നമ്മളെ ബ്രെയിൻ നമ്മളോട് പറയും, ഓ 20 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ദെൻ 54 കിലോമീറ്റർ പെർ അവർ എന്ന് പറയുമ്പോൾ തന്നെ ബ്രെയിൻ നമ്മളോട് പറയും 15 മീറ്റർ പെർ സെക്കൻഡ്. പറഞ്ഞ ലോജിക് ക്ലിയർ ആയില്ലേ? സോ ഈ രീതിയിൽ നമുക്കത് പറയാൻ പറ്റണം. ലോജിക് ക്ലിയർ അല്ലേ? ഒരു ബുദ്ധിമുട്ടുമില്ല. ആകെ ചെയ്ത പണി എന്താണ്? ഈ എഴുതിയ സംഖ്യകളൊക്കെ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. എന്താണ്? 18 കിലോമീറ്റർ പെർ അവർ 5 മീറ്റർ പെർ സെക്കൻഡ്, 36 കിലോമീറ്റർ പെർ അവർ 10 മീറ്റർ പെർ സെക്കൻഡ്, 54 കിലോമീറ്റർ പെർ അവർ 15 മീറ്റർ പെർ സെക്കൻഡ്, 72 കിലോമീറ്റർ പെർ അവർ 20 മീറ്റർ പെർ സെക്കൻഡ്, 90 kilometer per hour 25 meter per second, 108 kilometer per hour 30 meter per second, 126 kilometer per hour 35 meter per second, 144 kilometer per hour 40 meter per second. ലോജിക് ക്ലിയർ ആണല്ലോ? പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പ്രതീക്ഷിക്കണം. ഓക്കെ അല്ലേ? ഇനി ഒരു ഓബ്ജക്റ്റ് മൂവ് ചെയ്യണ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ തുടക്കത്തിലുള്ള വെലോസിറ്റി. ഓക്കെ, ഒരു ഓബ്ജക്റ്റ് മൂവ് ചെയ്യണ ഇനീഷ്യൽ വെലോസിറ്റി, അതിനെ നമ്മൾ യു എന്നാണ് ട്രീറ്റ് ചെയ്യുക. ഫൈനൽ വെലോസിറ്റീനെ വി എന്നാണ് ട്രീറ്റ് ചെയ്യുക. ഇനീഷ്യൽ വെലോസിറ്റി എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ അതിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുക യു എന്നുള്ള ലെറ്ററാണ്. ഫൈനൽ വെലോസിറ്റീനെ ഡിനോട്ട് ചെയ്യാൻ വി എന്നുള്ള ലെറ്ററാണ് നമ്മൾ യൂസ് ചെയ്യുക. ഇനീഷ്യൽ വെലോസിറ്റി യു, ഫൈനൽ വെലോസിറ്റി വി. ഓക്കെ, അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി യു, ഫൈനൽ വെലോസിറ്റി വി നമ്മൾ പറഞ്ഞു. ഈ സ്പീഡും വെലോസിറ്റിയും തമ്മിലുള്ള വ്യത്യാസം എന്താ? സ്പീഡും വെലോസിറ്റിയും തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ സ്പീഡിനേക്കാൾ വെലോസിറ്റിക്ക് എന്താ കൂടുതലുള്ളത്? നിങ്ങൾക്കറിയാം സർ, ഡയറക്ഷനാണ്. വെൽ ഡൺ അല്ലേ? സ്പീഡ് എന്ന് പറഞ്ഞാൽ സ്കേലാറാണ്, അതിന് മാഗ്നിറ്റ്യൂഡ് മാത്രം. ഓക്കെ, വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വെക്ടറാണ്, അതിന് മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവും, എന്തുണ്ടാവും? ഡയറക്ഷനും ഉണ്ടാവും. Speed is a scalar, it has only magnitude. Velocity is a vector, it has both magnitude and direction. അപ്പോൾ സ്പീഡിന് ഒരു ഡയറക്ഷൻ കൊടുക്കാൻ നമുക്ക് സാധിച്ചാൽ ആ ക്വാണ്ടിറ്റി വെലോസിറ്റി ആയിട്ട് മാറില്ലേ? സ്പീഡിന് ഡയറക്ഷൻ കൊടുക്കാൻ നമുക്ക് സാധിച്ചാൽ ആ ക്വാണ്ടിറ്റി എന്തായിട്ട് മാറും? വെലോസിറ്റി ആയിട്ട് മാറും. ഓക്കെ, അപ്പം നമുക്ക് പുതിയൊരു ഇക്വേഷൻ കിട്ടിയില്ലേ? വെലോസിറ്റി ഈക്വൽ ടു സ്പീഡ് പ്ലസ് ഡിറക്ഷൻ. വെലോസിറ്റി ഈക്വൽ ടു സ്പീഡ് പ്ലസ് ഡിറക്ഷൻ. സ്പീഡിന് ഡയറക്ഷൻ കൊടുക്കാൻ നമുക്ക് സാധിച്ചാൽ ആ ക്വാണ്ടിറ്റി വെലോസിറ്റി ആയിട്ട് മാറും. മാറില്ലേ? സ്പീഡ് എന്ന് പറഞ്ഞാൽ സ്കേലാറാണ്, വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വെക്ടറാണ്. ഓക്കെ, സ്പീഡിന് ഡയറക്ഷൻ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ബിക്കം വെലോസിറ്റി. ഓക്കെ, ഇതിൽ നിന്ന് അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. Can a body have constant speed but variable velocity? Can a body have constant speed but variable velocity? ഒരു വസ്തുവിന് കോൺസ്റ്റന്റ് സ്പീഡും വേരിയബിൾ വെലോസിറ്റിയും ഉണ്ടാവുമോ?
വളരെ സിമ്പിളായിട്ട് ഉത്തരം പറഞ്ഞൂടെ? Can a body have constant speed but variable velocity? ഉറപ്പല്ലേ? ഈ സ്പീഡ് കോൺസ്റ്റന്റ് ആക്കി വെച്ചുകൊണ്ട് വെലോസിറ്റി മാറ്റണമെങ്കിൽ എന്ത് മാറ്റി കൊടുത്താൽ മതി? ഡയറക്ഷൻ മാറ്റി കൊടുത്താൽ പോരെ? 60 km/h സ്പീഡിൽ കോഴിക്കോട്ടേക്ക് പോയി, 60 km/h സ്പീഡിൽ തൃശ്ശൂർക്ക് പോയി. രണ്ടും രണ്ടല്ലേ? പക്ഷെ രണ്ടിൽ സ്പീഡ് എന്താണ്? 60 km/h ആണ്. ഓക്കെ, സോ ഇതിൻ്റെ ആൻസർ പറയാൻ എങ്ങനെയാണ്? യെസ്, നോ ഡൗട്ട്. By changing the direction alone. By changing direction alone. ഓക്കെ, ഞാൻ ഏറ്റവും ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്. ഒരു സ്ട്രിങ്ങിൻ്റെ മുകളിൽ ഒരു കല്ല് കെട്ടിയിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വിചാരിക്കുക. ഇതിൻ്റെ ഡയറക്ഷൻ ഓരോ സമയത്തും മാറിക്കൊണ്ടിരിക്കും. ഇവിടെ ആണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവുക, ഇവിടെ ആണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവുക, ഇവിടെ ഇങ്ങനെ വരിക, ഇവിടെ ഇങ്ങനെയാണ്. ഓരോ മൊമെൻറ്റിലും അതിൻ്റെ ഡയറക്ഷൻ മാറിക്കൊണ്ടേയിരിക്കും. അതെങ്ങനെ നമുക്ക് മനസ്സിലാവുക? പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, കയ്യാണ് വിട്ടാൽ മതി. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണതിൻ്റെ ഇടയിൽ കയ്യാണ് വിട്ട് വിചാരിക്കുക. എന്താ സംഭവിക്കുക? ആ കല്ല് ഏതോ ഭാഗത്തേക്ക് തെറിച്ചു പോകും. ഇവിടുന്നാണ് റിലീസ് ചെയ്ത് ഇങ്ങോട്ടാ പോവുക, ഇവിടുന്നാണ് ഇങ്ങോട്ടാ പോവുക, ഇവിടുന്നാണ് ഇങ്ങോട്ടാ പോവുക. നമുക്കറിയാമല്ലോ, വെള്ളം ഗ്ലാസ്സിലാക്കിയിട്ട് ഇങ്ങനെ ഇളക്കിയിട്ടുണ്ടെങ്കിലേ ഏതോ പോയിന്റ് അത് പുറത്തേക്ക് തെറിച്ചാണ് പോവുക. സോ ഇതിൻ്റെ ഡയറക്ഷൻ ടാൻജൻഷ്യൽ എന്നാണ് നമ്മൾ പറയാം, ഓരോ പോയിന്റിലും. ഓക്കെ, സോ ഇതിൽ ഓരോ സ്ഥലത്തും ഡയറക്ഷൻ ചേഞ്ച് ചെയ്യണോ? അതിൻ്റെ സ്പീഡ് കോൺസ്റ്റൻ്റ് ആവാം, പക്ഷെ എന്ത് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും? വെലോസിറ്റി ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ എന്താണെന്ന് ചോദിച്ചാൽ സർക്കുലർ മോഷൻ. ഓക്കെ, ടിപ്പിക്കൽ എക്സാമ്പിൾ സർക്കുലർ മോഷനാണ്. ഇനി ഈ ചോദ്യം എങ്ങനെ തിരിച്ചെഴുതുക? അതെന്താ സാർ പറഞ്ഞ ചോദ്യം തിരിക്കാൻ പറ്റുമോ? ഈസി. Can a body have constant speed but variable velocity എന്നല്ല ചോദിച്ചേ. അപ്പോൾ തിരിച്ചൂടെ? ഇപ്പം മനസ്സിലായി എന്തായിരിക്കും ആ ചോദ്യം. Can a body have constant velocity but variable speed? Can a body have constant velocity but variable speed? Can a body have constant velocity but variable speed? എന്തായിരിക്കും എൻ്റെ ആൻസർ? 100% ഉറപ്പല്ലേ? ഇത് കോൺസ്റ്റന്റ് ആണെങ്കിൽ പിന്നെ ഇത് മാറ്റാൻ പറ്റുമോ? പറ്റില്ല. 100% ഉറപ്പാണ്. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ സ്പീഡ് പ്ലസ് ഡിറക്ഷൻ ആണ്. സോ വെലോസിറ്റി ഫിക്സഡ് ആണെങ്കിൽ പിന്നെ സ്പീഡിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. സോ നോ, ഇറ്റ്സ് ഇംപോസിബിൾ. ഓക്കെ, നോ, ഇറ്റ് ഈസ് ഇംപോസിബിൾ. ഓക്കെ, സ്പീഡ്, വെലോസിറ്റി എന്ന് പറഞ്ഞ രണ്ട് ടോപ്പിക്കുകളാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പ്രസൻറ്റ് ചെയ്യാൻ വിചാരിച്ചത്. ആ ടോപ്പിക് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. സ്പീഡ്, വെലോസിറ്റി എന്നുള്ള കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുക. ഓക്കെ, എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ വീഡിയോ നിങ്ങളുടെ നല്ല സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. എൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് തോന്നുന്ന കമൻറ്റുകൾ പോസ്റ്റ് ചെയ്യുക. താങ്ക് യു.